ഞാൻ ആ നിക്കാഹിന്റെ സമയത്ത് ഞാൻ ആ നിക്കാഹ് കൊളാക്കി എന്നല്ലേ പറഞ്ഞത്. അത് പച്ച മലയാളം. ആരാണോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തേണ്ടത് അവരുടെ തടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. വാദിയെ പ്രതിയാക്കുക നമ്മൾ കേൾക്കാറുണ്ട്. ഇത് പ്രതിസ്ഥാനത്തിൽ അതിനപ്പുറം വേറെ വല്ല സ്ഥാനമുണ്ടോ എന്ന് നോക്കണം. അപ്പൊ പരിപൂർണമായിട്ടും ഓരോ ഘട്ടത്തിലും ഈ റിപ്പോർട്ട് ഇനി കോടതിയിൽ കൊടുത്തെങ്കിലേ നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം പോട്ടെ, റിദാൻ ബാസിൽ കേസ് അവിടെ നിൽക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്ത് അവിടെ നിൽക്കട്ടെ, ഈ പറയുന്ന ഞാൻ ഉന്നയിച്ച മറ്റു പരാതികൾ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി കൊടുത്ത ഡോക്യുമെന്റ് 33,80,000 അദ്ദേഹം എന്ത് വാങ്ങുന്നു? ഫ്ലാറ്റ് വാങ്ങുന്നു. 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷത്തിന് വിൽക്കുന്നു. 33,80,000 രൂപ റൊക്കമായി പണമായി കിട്ടി എന്നാണ് ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്. വാങ്ങുമ്പോ വിൽക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. സർക്കാർ അക്കൗണ്ടിൽ നിയമപരമായിട്ട് മുടക്കേണ്ട ഒരു പൈസയും മുടക്കിയിട്ടില്ല. പരിപൂർണമായും ഒരു കള്ളപ്പണ ഇടപാട്. ആ ഒരൊറ്റ കാര്യം മതി. ഈ പറയുന്ന ഇപ്പൊ ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും. നമുക്കിതങ്ങ് കൈ കഴുകി കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതിയെ ഡയറക്റ്റായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പരാതിയിലും കൊടുത്ത തെളിവുകളിലുമുണ്ട്. ഏതൊരു സാധാരണ മനുഷ്യനും 10 മിനിറ്റ് കൊണ്ട് മനസ്സിലാകുന്നതിനുള്ള തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം മുതലേ പറഞ്ഞ RSSന്റെ പരിപൂർണമായ കരാളഹസ്തങ്ങളിൽ ഈ വിഷയം എന്താ പറയാ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും അതിനപ്പുറം ഒരു ഇഞ്ച് മുഖ്യമന്ത്രിക്ക് നീങ്ങാൻ കഴിയില്ല. SFIയുടെ തീരുമാനം വരുന്നുണ്ട്. ഒന്നും വരാനില്ല. നമുക്കറിയാം ഏത് തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് BJPയുടെ ഏറ്റവും വളരെ സംസ്ഥാനത്തെ വളരെ ഉന്നതനായ ഒരു നേതാവ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ട്രെയിനിലുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ചെറിയൊരു സൗഹൃദമുള്ള വ്യക്തി കൂടിയാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അന്ന് കേരളത്തിലെ രാഷ്ട്രീയം ഞങ്ങളൊരു 3-4 മണിക്കൂർ ഏതായാലും ഫ്രീ ആണ് ഇരുന്ന് സംസാരിച്ച. അന്ന് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കിക്കോ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നിങ്ങളുടെ CPM ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടി CPMനെ കൈവിട്ടാൽ പിന്നീട് ഞങ്ങൾ തമ്മിലൊരു ധാരണയിൽ പോകും. 2026 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു 5 തൊട്ട് 10 സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെളിവുകൾ നൽകി, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള തെളിവുകളാണ് നൽകിയത്. എന്നിട്ടും നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം.